ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നെറ്റിയുടെ ഒരു വശത്ത് വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലെ കുരുക്കൾ ഒരു മാല പോലെ നിൽക്കുന്നു. ചെറുതായിട്ട് ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്നു. ഇതെന്തെങ്കിലും തരത്തിലുള്ള അലർജിയാണോ, അതോ എന്തെങ്കിലും നമ്മൾ പുരട്ടിയതിൻ്റെ പ്രോബ്ലമാണോ, എന്തെങ്കിലും കൊണ്ടിട്ട് വന്നതാണോ എന്ന് അറിയില്ല. എന്നാൽ മുഖക്കുരു ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ഭയങ്കര വേദനയും നീറ്റലും, ഇതോടൊപ്പം തന്നെ തലവേദന, ചെറിയ പനിക്കോള്, ഒരു കുളിര്. ചിലർക്ക് നെറ്റിയിൽ വരും, ചിലർക്ക് കഴുത്തിൻ്റെ വശത്ത് ഇങ്ങനെ മാല പോലെ കണ്ടുവന്ന് വരാം, ചിലർക്ക് നെഞ്ചിൻ്റെ ഈ വശത്തായിരിക്കും ഇങ്ങനെ കാണുക, ചിലർക്ക് മുതുകിലായിരിക്കും. ഈ വരുന്നത് ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു നൂല് പോലെ അല്ലെങ്കിൽ മുന്തിരിക്കൊല പോലെയെല്ലാം കണ്ടുവന്ന് വരാം. എന്താണ് ഈ അസുഖം എന്ന് പറഞ്ഞുതരാം. പ്രധാനമായിട്ടും ഇത് ചിക്കൻ ബോക്സ് രോഗം ഉണ്ടാക്കുന്ന ഹെർപ്പിസ് സോസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരിനം വൈറസാണ്. ചിക്കൻ ബോക്സ് നിങ്ങൾക്കറിയാമല്ലോ. ഈ ചിക്കൻ ബോക്സ് രോഗമുണ്ടാക്കുന്ന വൈറസുകൾ തന്നെ നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇതുണ്ടാക്കുന്ന രോഗം, ഇത് ഷിംഗൽസ് എന്ന് വിളിക്കും, ഹെർപ്പിസ് സോസ്റ്റർ എന്നും വിളിക്കാറുണ്ട്. ഈ വൈറസ് ചിക്കൻ ബോക്സ് പോലെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഇതിന് ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് കയറി എന്നിരിക്കട്ടെ, പലർക്കും ഇത് ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നു, ഇത് പോകുന്നു. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ആൾക്കാർ പലതരത്തിലുള്ള മരുന്നുകൾ ഒക്കെ ചെയ്യുന്നുണ്ട്, ഒറ്റമൂലികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അലോപ്പതിയിൽ അസൈക്ലോവിർ പോലുള്ള മരുന്നുകളുണ്ട്. ഇത് എല്ലാ മരുന്നുകളും ഉപയോഗിച്ചിരുന്നാലും ചിലരിൽ ഈ വൈറസ് പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്നും പോകാതെ അവരുടെ നാഡികൾക്കകത്ത്, നെർവ് ടിഷ്യൂസിനകത്ത് ജീവിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നട്ടലിനോട് ചേർന്നിട്ടോ നമ്മുടെ തലച്ചോറിനോട് ചേർന്നിട്ടോ ഉള്ള ഭാഗങ്ങളിലുള്ള നാഡികൾക്കകത്ത് ഇവ വളരെ സൈലൻ്റായിട്ട് ജീവിക്കും. വർഷങ്ങൾ, പ്രത്യേകിച്ച് 10-20 വർഷം അനങ്ങാതെ അവിടെ ഇരുന്നു എന്ന് വരാം. എന്നാൽ ഒരു കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊരു 40 വയസ്സ് ശേഷമുള്ള ആൾക്കാരിലായിരിക്കും വരുന്നത്. 40 വയസ്സിന് ശേഷം പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ചിലർക്ക് നിതംബത്തിൻ്റെ ഭാഗത്തോ വയറിൻ്റെ ഭാഗത്തോ തുടയുടെ മുകൾ വശത്തോ എല്ലാം ഇത് വന്നു എന്ന് വരാം. ഇത് വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലെ കുറച്ച് കുരുക്കൾ വരും, ഭയങ്കര നീറ്റലായിരിക്കും. ആ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ, ഇറിറ്റേഷൻ, വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലെ ഇരിക്കും. കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കുരുക്കളാണോ, എന്തെങ്കിലും അലർജി വന്നതാണോ, ചിലർക്ക് ചിക്കൻ ബോക്സ് തന്നെ ആണോ എന്ന് സംശയം തോന്നും. ഇതോടൊപ്പം തന്നെ ഭയങ്കര ഇറിറ്റേഷനും, ശരീരം മൊത്തത്തിൽ പുകച്ചിൽ, ഒരു വേദന, തലവേദന, മൊത്തത്തിലൊരു പനി വരുന്നവരുടെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. സാധാരണ ഇത് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ നിന്നിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക. സാധാരണ ചിക്കൻ ബോക്സ് വന്നു പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കും. കഴിയത്തില്ല. രോഗപ്രതിരോധശേഷി കുറയുന്ന വീണ്ടും ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് വീണ്ടും ഇത് വന്നു എന്ന് വരാം. വന്നാൽ 2 ആഴ്ചയല്ലേ ഉള്ളൂ ഈ ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. വന്ന് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭാഗത്തുള്ള നെർവുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ, ഒരു ന്യൂറൈറ്റിസ് ടെൻഡൻസി ഉണ്ടാക്കും. വലിഞ്ഞു പിടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ട്, തലപെരുപ്പ്, തലവേദന, ഉറക്കക്കുറവ്, ആ ഭാഗത്ത് ചൊറിച്ചിൽ. കൂടാതെ പലപ്പോഴും ആ ഭാഗത്ത്, ഇപ്പോൾ കൈകളിലോ കാലുകളിലോ ശരീരത്തിൻ്റെ വശങ്ങളിലോ ആണെങ്കിൽ ആ ഭാഗം മൊത്തം മരവിച്ചതുപോലെയോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മുറിവിനകത്ത് നമ്മൾ മുളകരച്ച് തേച്ചാൽ എങ്ങനെ ഇരിക്കും, ആ തരത്തിലുള്ള പുകച്ചിലോ അനുഭവപ്പെട്ടു എന്ന് വരാം. പ്രായം കൂടുന്നതനുസരിച്ച് ഈ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി അസഹ്യമായ ഇറിറ്റേഷനും ബുദ്ധിമുട്ടും വന്നു എന്ന് വരാം. ചിലർക്ക് ഈ ഷിംഗൽസ് രോഗം വന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബുദ്ധിമുട്ട് മാസങ്ങളോളം കുറയാകുന്നു എന്ന് വരാം. ഉറക്കക്കുറവ്, അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, ശരീരക്ഷീണം, അസ്വസ്ഥത എന്നിവ ഈ ഇത്തരക്കാരെ അലട്ടിക്കൊണ്ടേയിരുന്നു എന്ന് വരാം. ഇത് വർഷാവർഷം ആവർത്തിക്കുന്നത് ആകെപ്പാടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ട് കാണും. ഹെർപ്പിസ് സോസ്റ്റർ അഥവാ ഷിംഗൽസ് വന്നു കഴിഞ്ഞാൽ അയ്യോ ചിക്കൻ ബോക്സ് വൈറസ് അല്ലേ, ഇത് വീട്ടിലുള്ള മറ്റുള്ളവരിലേക്ക് പകരുമെന്ന് ചോദിച്ചാൽ പകരത്തില്ല. നോർമലി നമ്മൾ സാധാരണഗതിയിൽ ചിക്കൻ ബോക്സ് നമ്മൾ വായുവിലൂടെ പകരുന്ന പോലെ ഈ രോഗം അങ്ങനെ പകരത്തില്ല. ഒരാളുടെ ശരീരത്തിൽ തന്നെ അതങ്ങനെ തന്നെ നിലനിൽക്കത്തുള്ളൂ. എന്നാൽ വളരെ ക്ലോസ് കോണ്ടാക്റ്റ് വന്നാൽ, അതായത് ഇപ്പോൾ ശരീരത്തിലുള്ള ആ മുറിവ് ഇപ്പോൾ പൊട്ടി, അപ്പം വെള്ളം കൊണ്ട് പൊങ്ങിയതുപോലെ ഉണ്ടിരിക്കണം, അത് പൊട്ടി അതിനകത്തുള്ള ഫ്ലൂയിഡ് നേരിട്ട് മറ്റുള്ള ആളുടെ ശരീരത്തിലേക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് വന്നാൽ ചിലപ്പോൾ മറ്റേയാൾക്ക് ചിക്കൻ ബോക്സിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. അല്ലാതെ ഹെർപ്പിസ് സോസ്റ്റർ ആയിട്ടോ ഷിംഗിൾസ് ആയിട്ടോ ആ രോഗം വരത്തില്ല. ഇതാണ് സാധാരണ ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിൻ്റെ ചികിത്സാ സൈഡ് നോക്കാം. ഈ രോഗം വന്നു കഴിഞ്ഞാൽ ഇതും വെച്ചുകൊണ്ട് നിങ്ങൾ ഓഫീസിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ ഒന്നും ചെയ്യരുത്. ഇനി റെസ്റ്റ് വേണം. ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് എടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അസ്വസ്ഥത, ബുദ്ധിമുട്ട്, തലവേദന, നിങ്ങൾക്ക് ക്ഷീണം, തലക്കറക്കം, ഉറക്കക്കുറവ്, ഇതെല്ലാം മാസങ്ങളോളം മാറാകുന്നു എന്ന് വരാം. പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കുക. ചിക്കൻ ബോക്സിൻ്റെ പോയിട്ടുള്ള ഒരു കെയർ അല്ല വേണ്ടത്. ഒരാഴ്ച കടുത്ത പണികളൊന്നും ചെയ്യാതെയുള്ള റെസ്റ്റാണ് ആവശ്യം. കൂടാതെ എളുപ്പം ദഹിക്കുന്ന ഭക്ഷണങ്ങൾ, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്നിവ കഴിച്ച് സമാധാനമായിട്ടിരിക്കുക. ഹോമിയോപ്പതിയിൽ ഈ ഇടവിട്ട് വരുന്ന ഈ ഹെർപ്പിസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനോ ഷിംഗൽസിൻ്റെ ആയിട്ടുള്ള മറ്റു അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് തലവേദന, മുടിപൊഴിച്ചിൽ, ആ ഭാഗത്ത് വരുന്ന ന്യൂറോപ്പതി, ഈ മുളകരച്ച് തേച്ച പോലുള്ള ലക്ഷണങ്ങൾ, ഇതെല്ലാം മാറ്റാനുള്ള മെഡിസിൻസ് ഉണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്നെടുത്താൽ പെട്ടെന്ന് മാറും. ഇടയ്ക്കിടയ്ക്ക് ഈ രോഗം വരുന്ന ടെൻഡൻസിയെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന ഒരു രോഗം,
പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും പുരുഷന്മാരിലുമാണ് ഇത് വരുന്നത് കൊണ്ട് ഇത് ഒരുപാട് പേരിൽ ഇത് അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഈ രോഗം വന്ന് മാറിയതിൻ്റെ ഉള്ള അസ്വസ്ഥതകൾ അലട്ടുന്നുണ്ട്. അവരുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരവസരത്തിൽ പുതിയൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. ബൈ.